Earn Marks, your perfect learning partner. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അവസാനമായിട്ട് ഒരു റെക്ടിഫിക്കേഷൻ എൻട്രി കൂടെ നമുക്ക് എഴുതാനുണ്ട്. സസ്പെൻസ് അക്കൗണ്ട് വഴിയാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സസ്പെൻസ് അക്കൗണ്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം സസ്പെൻസ് അക്കൗണ്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇത് സോൾവ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? Purchase of goods from Mohit for rupees 2500 was entered in the sales book. However, Mohit's account was correctly credited. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം എന്താണെന്നാ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്ന കാര്യം നമ്മൾ എന്താണ്, മോഹിത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചിരുന്നു, മോഹിത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2500 രൂപയ്ക്കാണ് നമ്മൾ മോഹിത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പർച്ചേസ് ബുക്കിൽ നമ്മൾ എഴുതുന്നതിന് പകരം നമ്മൾ എന്താണ്, നമ്മളെ സെയിൽസ് ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അത് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ നമ്മൾ മോഹിത്തിന്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് റെക്ടിഫൈ ചെയ്യുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽസ് ബുക്കിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ് അല്ലെ. അപ്പൊ തെറ്റായ കാര്യം നമ്മൾ എന്താണ്, അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യാം. ശരിക്കും വരേണ്ടത് എന്തായിരുന്നു, പർച്ചേസ് അക്കൗണ്ട് ആയിരുന്നു ശരിക്കും വരേണ്ടത്, ഡെബിറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെന്താ അടുത്ത് വരുന്നത്, ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ ഈ മറ്റേ 2500 രൂപ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ളത്. സോ അത് റെക്ടിഫൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രെഡിറ്റ് ബുക്കിന് സെയിൽസ് ബുക്കിന് നമ്മൾ എന്ത് ചെയ്യാം, ഡെബിറ്റ് ചെയ്യാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു രണ്ട് സൈഡും ബാലൻസ് ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഓക്കെ, ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് എമൗണ്ടും ആഡ് ചെയ്ത് 5000 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ കാണിക്കാം. ഓക്കെ, എമൗണ്ട് കോളത്തിൽ കാണിക്കാം. ദെൻ രണ്ടാമത്തെ കേസ് നോക്കൂ. ക്യാഷ് റിസീവ്ഡ് ഫ്രം അനിൽ, എ ഡെപ്റ്റർ ആണ് അല്ലെ, ₹3200 വാസ് കറക്ട്ലി entered in the cash book but was omitted to be posted to his account അല്ലെ. നമുക്ക് എന്ത് ചെയ്തു, അനിലിന്റെ കയ്യിൽ നമുക്ക് ക്യാഷ് കിട്ടി അല്ലെ. അനിലിന്റെ കയ്യിൽ നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എന്താ എൻട്രി എഴുതാം, അനിലിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്ത് എൻട്രിയാണ് എഴുതുക, നമുക്ക് ക്യാഷ് കിട്ടില്ലേ. അപ്പൊ നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എഴുതുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽ അക്കൗണ്ട് അല്ലെ. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽ അക്കൗണ്ട് എന്നാണോ നമ്മൾ എഴുതുക, ആണല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തെന്നാ പറയുന്നത്, നമ്മൾ ക്യാഷ് ബുക്കിൽ കറക്റ്റ് ആക്കി എഴുതി, പക്ഷെ നമ്മൾ എവിടെ എഴുതിയില്ല എന്നാ പറയുന്നത്, അനിലിന്റെ അക്കൗണ്ടിൽ എഴുതിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത്തരം ഒരു മിസ്റ്റേക്ക് നമ്മൾ ക്ലിയർ ചെയ്യുക, എങ്ങനെയാണ് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, അനിലിനെ ക്രെഡിറ്റ് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനിൽ അക്കൗണ്ട്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് സെയിൽസ് ബുക്ക് വാസ് ഓവർകാസ്റ്റ് ബൈ ₹1500. നമ്മളെ സെയിൽസ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു, 1500 രൂപ നമ്മൾ അധികം കാണിച്ചു. സെയിൽസ് ബുക്കിൽ നമ്മൾ എന്താണ്, 1500 രൂപ നമ്മൾ എന്ത് ചെയ്തു, അധികമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സെയിൽസ് ബുക്കിൽ 1500 രൂപ കൂടി കിടക്കാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളത് കുറയ്ക്കാനായിട്ട് സെയിൽസ് ബുക്കിൽ നമുക്കറിയാം സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണല്ലേ, 1500 രൂപ കൂടി കിടക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, സെയിൽസിനെ ഡെബിറ്റ് ചെയ്യുക, സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കും, ആ മിസ്റ്റേക്കും നമുക്ക് എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം വരുന്നത് ക്യാഷ് ഓഫ് ₹4000 പെയ്ഡ് ടു ഹനീഫ്. ഹനീഫിന് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. ഓക്കെ, ഹനീഫിന് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. ഹനീഫ് നമ്മളുടെ ക്രെഡിറ്റർ ആയിരുന്നു അല്ലെ, നമ്മളെ ബാധ്യത ചെയ്യുന്നു. സോ നമ്മൾ എഴുതുമ്പോൾ ജേർണൽ എൻട്രി എങ്ങനെ എഴുതുക, ഹനീഫ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് കറക്റ്റ് വരേണ്ടത്. പക്ഷേ നമ്മൾ അതിന് പകരം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇറ്റ് വാസ് ക്രെഡിറ്റഡ് ടു റഫീഖ് അക്കൗണ്ട് ആസ് ₹1400. നമ്മൾ അനീഷിന് ക്യാഷ് കൊടുത്തു, പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ശരിക്കുമുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹനീഫ് എന്ന് പറയുന്ന ബാധ്യത കുറഞ്ഞു. സോ നമ്മൾ എഴുതേണ്ട എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹനീഫ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എൻട്രി എഴുതേണ്ടത്. പക്ഷെ അതിന് പകരം നമ്മൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ റഫീഖിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, റഫീഖിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് എന്താ വേണ്ടത്, ഹനീഫിനെ ഡെബിറ്റ് ചെയ്യണം.
അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്ന ജേർണൽ എൻട്രി എന്തായിരിക്കും? ഹനീഫ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള റഫീഖ് ഉണ്ടല്ലോ, ആ ക്രെഡിറ്റ് ചെയ്ത റഫീഖ് നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യാം. റഫീഖ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നിട്ട് 1400 കൊടുക്കാം. ഓക്കെ, ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത്ര മിസ്റ്റേക്കും എന്തായി? ക്ലിയർ ആയി പോയി. ദെൻ ഫിഫ്ത്ത് വൺ എന്താണ്? ദ ടോട്ടൽ ഓഫ് പർച്ചേസ് റിട്ടേൺ ബുക്ക് ഓഫ് റുപ്പീസ് 3150 was carry forward as rupees 1530. പർച്ചേസ് റിട്ടേൺ ബുക്കിന്റെ ടോട്ടൽ ശരിക്കും 3150 രൂപയായിരുന്നു അല്ലെ? അത് നമ്മൾ എന്താണെന്നാ പറയുന്നത്? നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തപ്പോൾ 3150 പകരം നമ്മൾ 1530 രൂപയാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാരി ഫോർവേഡ് ചെയ്തത്. ഓക്കെ, 3150 പകരം നമ്മൾ എന്താണ്? 1530 രൂപ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്യാരി ഫോർവേഡ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ അത്തരം ഒരു തെറ്റ് നമ്മൾ എങ്ങനെയാണ് തിരുത്തുക? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, 3150 എത്രയും നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത്? 1530 ആണ് ക്യാരി 3150 പകരം 1530 ആണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തത് അല്ലെ? അപ്പൊ നമ്മൾ റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? നമ്മൾ അതിനെ കൂട്ടിക്കാട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ടു പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് ഉണ്ടല്ലോ, എത്ര രൂപയാണോ കുറഞ്ഞു കിടക്കുന്നത്? 1620 രൂപയാണ് കുറഞ്ഞു കിടക്കുന്നത്. 1620 രൂപ എന്ന എമൗണ്ട് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? നമിത വാസ് പെയ്ഡ് ക്യാഷ് റുപ്പീസ് 6500. ഓക്കെ, ബട്ട് സുമിത വാസ് ഡെബിറ്റഡ് ബൈ റുപ്പീസ് 6000. ഓക്കെ, ആറാമത്തെ എന്താ പറയുന്നത്? നമിത വാസ് പെയ്ഡ് ക്യാഷ് റുപ്പീസ് 6500. നമിത എന്ത് ചെയ്തു? പേ ചെയ്തു അല്ലെ? നമിത എന്ത് ചെയ്തു? 6500 രൂപ നമിത പേ ചെയ്തു. പക്ഷെ എന്താ പറയുന്നത്? ബട്ട് സുമിത വാസ് ഡെബിറ്റഡ് ബൈ റുപ്പീസ് 6000 അല്ലെ? നമ്മൾ നമിതയ്ക്കായിരുന്നു ക്യാഷ് പേ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് ആരുടെ അക്കൗണ്ടിലാണ്? സുമിതേന്റെ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടത് ആരെയായിരുന്നു? നമിതേനെയാണ് അല്ലെ? അപ്പൊ നമിത അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്തിട്ടുള്ള സുമിതേനെ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യുക. ടു സുമിത അക്കൗണ്ട് ടു സസ്പെൻസ് അക്കൗണ്ട് എന്ന് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തായി പോയി? നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? റെക്ടിഫൈ ചെയ്തു. Earn Marks, your perfect learning partner.